ADGP അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം, അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നു. DGP അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അതിൽ സിറ്റി പോലീസ് കമ്മീഷണർ അത് ADGPയുടെ മൊഴിയെടുക്കാൻ വരാനായിട്ട് DGP ആവശ്യപ്പെട്ടു. അത് റാങ്ക് അനുസരിച്ച് തൻ്റെ കീഴിലുള്ള ഒരു IG സ്പർജൻ കുമാർ മൊഴിയെടുക്കാൻ പാടില്ല എന്ന് പ്രതിസ്ഥാനത്ത് വരുന്ന ഒരാൾ DGPക്ക് എഴുതി കൊടുത്തു. DGP സ്വന്തമായിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യണം എന്നാണ് ADGP ആവശ്യപ്പെടുന്നത്. നിയമപരമായി അത് തെറ്റാണ്. കേരളത്തിലുള്ളൊരു വെറ്ററൻ DYSPക്ക് ചീഫ് സെക്രട്ടറി വരെയോ ആരുടെ മൊഴിയും രേഖപ്പെടുത്താം. അത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പുതിയ നിയമം അനുസരിച്ച് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് പ്രതിസ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള ആൾ എൻ്റെ മൊഴി ഇന്നയാൾ രേഖപ്പെടുത്തണമെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ്. അത് DGP അനുസരിക്കാനും പാടില്ലായിരുന്നു. കാരണം അവിടെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ റാങ്കിൽ മുകളിലോട്ടുള്ള ഒരാൾക്ക് ആരുടെയും ഇന്ത്യയിലെ ഏത് സീനിയർ ഉദ്യോഗസ്ഥൻ്റെയും മൊഴിയെടുക്കാം. പക്ഷേ ഒരു IG റാങ്കിലുള്ള ആൾ മൊഴിയെടുക്കാൻ ആണ് DGP പറഞ്ഞിരിക്കുന്നത്. DGPയുടെ സാന്നിധ്യത്തിൽ. പക്ഷേ അതും അംഗീകരിക്കാതെ നിൽക്കുകയാണ്. അത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് ADGP അജിത് കുമാർ പറയുന്നത്. അദ്ദേഹം ആ റാങ്കിൽ ഒക്കെ ഇപ്പോഴും ഇരിക്കുന്നെങ്കിലും ഒരു പ്രതിയാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് പോകുമ്പം അതിനകത്ത് ADGPക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പാടില്ല, ഒരു ഡയറക്ഷൻ കൊടുക്കാൻ പാടില്ല. നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് അത്. ഇതിനെ സംബന്ധിച്ച് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെ അത് ദൂഷ്യമായിട്ട് വരും. ഇവിടെ ഇപ്പം ഈ വിജിലൻസ് അന്വേഷണം PV അൻവർ MLAയുടെ ആരോപണത്തെ തുടർന്നാണ് വരുന്നത്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും കണ്ണായ സ്ഥലം കവടിയാർ, കൊട്ടാരത്തിന് അകത്ത് കൊട്ടാരത്തിനോട് ചേർന്ന് 22.5 സെന്റ് സ്ഥലം വാങ്ങിച്ചിരിക്കുന്നു. കൊട്ടാരത്തിൽ നിന്ന് നേരിട്ടാണോ വാങ്ങിച്ചത് അതോ കൈമറിഞ്ഞു വന്ന വസ്തുവാണോ? അത് അദ്ദേഹം പറയേണ്ടി വരും. കൊട്ടാരത്തിൽ നിന്ന് നേരിട്ട് വസ്തു വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉണ്ടെങ്കിൽ ഈ അടുത്ത ദിവസം തന്നെ വാങ്ങിയതായിരിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് വില കുറഞ്ഞ് വാങ്ങിച്ചതാണെന്ന് പറയുമ്പം വേറെ ആരോ വാങ്ങിച്ച് കൈമാറ്റം ചെയ്ത് വന്നതാകാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും അവിടെ പണിയുന്ന വീട് ബൃഹത്തായ ഒരു വീടാണ്. 3000, 4000, 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവാം. അത് പണിയുന്ന കോൺട്രാക്ടർ ആരാണ്? അതറിയുന്നത് LMSുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺട്രാക്ടറാണ് അത് പണിയുന്നത്. അപ്പം അത് ഫ്രീ ആയിട്ട് പണിത് കൊടുക്കുന്നതാണോ എന്ന് പലരും സംശയം ഉതിർത്ത് കഴിഞ്ഞു. ആ കോൺട്രാക്ടർ ആരാണ്? ഇദ്ദേഹമായിട്ടുള്ള ബന്ധം എന്ത്? LMS പള്ളിയുമായിട്ട് ബന്ധമുള്ള ഒരു കോൺട്രാക്ടറാണ് ഇത് പണിത് കൊടുക്കുന്നത്, ഫ്രീ ആയിട്ട് പണിത് കൊടുക്കുന്നതെന്ന് ആക്ഷേപം വന്നു കഴിഞ്ഞു. അപ്പം ഇതിനകത്തൊക്കെ സത്യസ്ഥിതി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അത് ഏത് ഉന്നതനായാലും ശരി, ഏത് റാങ്കിലുള്ളായാലും ശരി, അതിൻ്റെ സത്യസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇതിനെന്തായാലും ശരി, ആരോപണങ്ങൾ വളരെയധികം ഗ്രേവ് നേച്ചറുള്ളതാണ്. LMS പള്ളിയും അജിത് കുമാർ തമ്മിൽ എന്താണ് ബന്ധം? അവിടുത്തെ ഒരു ഇഷ്യൂ നമുക്കറിയാം. ആ മദ്രാസ് ഹൈക്കോടതി ഇപ്പോഴത്തെ അവിടുത്തെ ബിഷപ്പിനെ പുറന്തള്ളി ഇപ്പോൾ അവിടുത്തെ ഇടവാംഗങ്ങളിൽ അതുമായിട്ട് കേസ് കളിക്കുകയാണ്. അതായത് മദ്രാസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ ചെന്ന് കഴിഞ്ഞിരിക്കുന്നു. അതിലൊക്കെ എന്താണ് ADGPക്ക് ഇൻട്രസ്റ്റ്? ലോ ആൻഡ് ഓർഡർ നോക്കുന്ന ഒരാൾക്ക് അതിൻ്റെ സത്യവും നീതിയും അതിൻ്റെ ലീഗലായ പൊസിഷനിൽ നിൽക്കാനേ കഴിയുള്ളൂ. അവിഹിതമായി ആ കേസിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ, അതിന് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇതൊക്കെ ചിലപ്പോൾ അന്വേഷിക്കേണ്ടി വരും വിജിലൻസിന്. കാരണം അങ്ങനെ ഒരു ബിൽഡിംഗ് വെക്കുന്നു, സ്ഥലം വാങ്ങിച്ചിരിക്കുന്നു, ബിൽഡിംഗ് വെക്കുന്നു, അതിനടുത്ത് യൂസഫ് അലിക്കും കെട്ടിടം വെക്കുന്നു എന്ന് പറയുന്നു. അവിടെ ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിച്ചു യൂസഫ് അലി എന്ന് അറിയില്ല. സിവിൽ ഏവിയേഷന് അതിൻ്റെ അതോറിറ്റിക്ക് ഇതിനകത്ത് അനുമതി കൊടുത്തിട്ടുണ്ടോ? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അനുമതി കൊടുത്തിട്ടുണ്ടോ? ഇങ്ങനെയുള്ള 100 പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടാവും. യൂസഫ് അലിയുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേപ്പറ്റി അന്വേഷണം. ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് തോന്നുന്നു. ഏതായാലും ADGP അജിത് കുമാറിന് അനുകൂലമായ
തീരുമാനങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം ഏതായാലും പെട്ടുപോകുമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു. കാരണം ഇതൊരു വിജിലൻസ് ആംഗിളിൽ വരുന്ന കാര്യമാണ്. അതിന് കേരളത്തിലെ ഏറ്റവും വില കൂടിയ സ്ഥലത്ത്, ഏറ്റവും കണ്ണായ സ്ഥലത്ത് വസ്തു വാങ്ങിച്ചിരിക്കുന്നു. ആ വാങ്ങിച്ചെടുത്ത് ബൃഹത്തായ കെട്ടിടം വെക്കുന്നു. അതൊരു കോൺട്രാക്ടർ LMS ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കോൺട്രാക്ടറാണ് അത് പണിയുന്നതെന്നാണ് പറയുന്നത്. ഇതെല്ലാം കൂടെ കൂടി വായിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ പോലീസും DGP നീങ്ങണം. കാരണം ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് പാർട്ടികളെല്ലാം ബൃഹത്തായ കക്ഷികളാണ്. അതുകൊണ്ട് ADGP എന്തുകൊണ്ട് ഇങ്ങനൊരു കോൺട്രാക്ടറെ തെരഞ്ഞെടുത്തു, അത് അന്വേഷണത്തിന്റെ പരിധി വരും. മുന്നോട്ടുള്ള ഗമനം അത്ര സുഖകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം ഇവിടുത്തെ ഇഷ്യൂ, LMSലൊരു ഇഷ്യൂ, അവിടുത്തെ ബിഷപ്പും അത് കത്തീഡ്രൽ പള്ളിയാക്കുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കമായിരുന്നു. അവിടെ കൂട്ടടി നടന്നു. മ്യൂസിയം പോലീസ് ഒരു ഭാഗത്ത് നിന്നു എന്നാണ് പൊതുവെ അവിടുത്തെ ഇടവക്കാർ പറയുന്നത്. ഇടവക്കാർ ഏതാണ്ട് 1600ഓളം വീട്ടുകാരുണ്ട്. അവർ പകുതി മുക്കാലും പേര് ആ പള്ളിയിൽ നിന്ന് മാറി ഇപ്പൊ തിരിച്ചു വന്നു. ഇപ്പൊ അവരുടെ ബിഷപ്പ് ആ കോമ്പൗണ്ടിൽ അനധികൃതമായി താമസിക്കുകയാണ്. അവിടുന്ന് ഇറങ്ങി കൊടുക്കണം എന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി വന്നു. അവിടെ ഇപ്പൊ ഏതോ ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചിട്ടുണ്ട്. പള്ളിക്ക് സാമ്പത്തികമായി വലിയ വരുമാനമുള്ള പള്ളിയാണ് കേരളത്തിലെ. കാന്റംബറിയിലെ ഇംഗ്ലണ്ടിൽ നിന്ന് പണം വരുന്നു എന്നാണ് ആക്ഷേപം. അതേപ്പറ്റിയൊക്കെ വലിയ അന്വേഷണം നടക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മാനദണ്ഡമല്ല ഈ വിജിലൻസ് എൻക്വയറിക്ക് എന്ന് ഞാൻ കരുതുന്നു. കാരണം അതിലേക്ക് DGP വരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒരു ഫോർമലായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഏതായാലും ഒരു പ്രിലിമിനറി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വാങ്ങണം, അത് ഒപ്പിട്ട് കൊടുക്കണം. അതിന് ഘടകവിരുദ്ധമായ എവിഡൻസ് വന്നാൽ പെട്ടുപോകും. അതുകൊണ്ട് സത്യസന്ധമായ രീതിയിൽ ഒരു അന്വേഷണം നടക്കട്ടെ. ADGP അതിൻ്റെ അകത്ത് ഇന്നസെന്റ് ആണെങ്കിൽ അദ്ദേഹം രക്ഷപ്പെട്ടു പോട്ടെ, തർക്കമില്ല. പക്ഷേ ഓരോ ദിവസം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ അവിടുത്തെ ഓരോരോ സംഗതികളിലും ഇൻവോൾവ്മെന്റ് കൂടി വരുന്നു എന്നുള്ളത് അത് ഭരണകക്ഷിക്കും നല്ലതല്ല, മന്ത്രിസഭയ്ക്കും നല്ലതല്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റി നിർത്തണമെങ്കിൽ മാറ്റി നിർത്തുന്നതായിരിക്കും ഉചിതം. കാരണം ഇതുവരെ സംരക്ഷിച്ച ആള് വീണ്ടും ഒരു കേസിനകത്ത് കുരുങ്ങി അത് മന്ത്രിസഭയ്ക്കും ഇടതുപക്ഷത്തിനും ദൂഷ്യമായിട്ട് വരരുത്. സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിക്കണം തീർച്ചയായിട്ടും. പക്ഷേ അനധികൃതമായി പല കാര്യങ്ങളും ചെയ്ത് അതിനകത്ത് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കക്ഷികളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതൊരിക്കലും ഗവൺമെന്റിന് നല്ലതല്ല. അത് ഗവൺമെന്റിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടും. എന്തായാലും ഇന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. ആരെടുക്കുന്നു എന്ന് അറിയില്ല. നേരിട്ട് DGP ആണോ എടുക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളിൽ അത്ര എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരു വെറ്ററൻ DYSP തന്നെയാണ് ആ മൊഴി രേഖപ്പെടുത്തേണ്ട. DGPയുടെ സാന്നിധ്യത്തിൽ DGP ചോദിക്കുന്ന വിവരങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ഒരു ചോദ്യത്തിന് ഒരു 100 മറുചോദ്യം കൂടെ ചോദിക്കേണ്ടി വരും. അത് ഒരു ഇത്ര ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അത്ര എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു വെറ്ററൻ DYSPയോ ഒരു SPയോ പ്രൊമോട്ട് ചെയ്ത് വന്ന ഒരു ഓഫീസർക്ക് വന്നെങ്കിൽ മാത്രമേ വിജിലൻസ് ആംഗിളിൽ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമായിട്ട് മാറും. എന്തായാലും വരട്ടെ, DGP മൊഴി എടുക്കട്ടെ. അത് അദ്ദേഹത്തിന് ഇന്നസെന്റ് ആണെങ്കിൽ അദ്ദേഹം രക്ഷപ്പെട്ടു പോട്ടെ, തടസ്സമില്ല. പക്ഷേ പെട്ടുപോയ ഇതിനകത്ത് ഇൻവോൾവ് ആണെങ്കിൽ അതിനി വിലപ്പോവില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് 100 കേസുകൾ വരും. അത് ജനങ്ങളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയപരമായ അല്ലാതെ തന്നെ കേസുകൾ വരും. അതുകൊണ്ട് ഇപ്പം തന്നെ ഗ്രേവായിട്ട് ആരോപണങ്ങൾ, അവിടെ നടന്ന 2 മർഡർ കേസിൽ ഇദ്ദേഹം ഒരു പക്ഷം പിടിച്ചു എന്നുള്ള രീതിയിൽ ആരോപണം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അതുപോലുള്ള കേസുകളിലേക്ക് പെട്ടുപോയാൽ കാര്യങ്ങൾ ഗുരുതരമാകും. അതുകൊണ്ട് ഒരു കൃത്യമായ സത്യസന്ധമായ ഒരു അന്വേഷണം മാത്രം DGP നടത്തണം. അതിന് ഏത് പോലീസ് ഓഫീസേഴ്സും വെറ്ററന്മാരെ അദ്ദേഹത്തിന് സഹായത്തിന് വിളിക്കാം. അത് തടയിടാനായിട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ADGP ആയാലും ശരി DGP ആയാലും ശരി അവകാശമില്ല എന്ന് തന്നെയാണ് നിയമപരമായ കാര്യം.